ഭദ്രകാളിയുടെ ചരിത്രം ഭദ്രോൽപ്പത്തി എന്ന പേരിൽ മലയാളത്തിലും സംസ്കൃതത്തിലുമായി രചിച്ചത് ആരാണ്? ഉത്തരം ടി സുബ്രഹ്മണ്യൻ തിരുമുൻപ്. ചേലനാട്ട് അച്യുതമേനോന്റെ ആത്മകഥ ഏതാണ്? ഉത്തരം സ്മരണാഞ്ജലി. കുഞ്ഞണ്ണി മാഷിന്റെ ആത്മകഥ. ഉത്തരം എന്നിലൂടെ. കേളി സൗധം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരാണ്? ഉത്തരം ഇ വി കൃഷ്ണപിള്ള. കലാപം, വിവാദം, വിലയിരുത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ പി അപ്പൻ. ഭാഷാ കൗടില്യം കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം കെ എൻ എഴുത്തച്ഛൻ. ഇതോ വാർദ്ധക്യം എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സുഗതകുമാരി. മാണിക്യവീണ രചിച്ചത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അനുഭവങ്ങൾ, അഭിമതങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം എൻ കൃഷ്ണപിള്ള. നാടകക്കളരി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം ജി ശങ്കരപ്പിള്ള. കുന്താപ്പി ഗുലുഗുലു എന്ന നാടകം രചിച്ച തുപ്പേട്ടന്റെ യഥാർത്ഥ നാമം? ഉത്തരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി. വൈലോപ്പിള്ളിയുടെ സ്മരണയ്ക്കായി ഇവനെ കൂടി എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സച്ചിദാനന്ദൻ. കണ്ണശന്മാരുടെ മറ്റൊരു പേര്? ഉത്തരം നിരണം കവികൾ. ഗാന്ധിജിയുടെ വേർപാടിൽ ദുഃഖിതനായി വള്ളത്തോൾ രചിച്ച വിലാപകാവ്യം ഏതാണ്? ഉത്തരം ബാപ്പുജി. ആരുടെ കവിതകളാണ് മാതൃത്വത്തിന്റെ കവിതകൾ എന്ന് വിളിക്കുന്നത്? ഉത്തരം ബാലാമണിയമ്മ. ആഖ്യായിക എന്നറിയപ്പെടുന്ന സാഹിത്യരൂപം? ഉത്തരം നോവൽ. എം ടിയുടെ മഞ്ഞ് എന്ന നോവലിനെ പശ്ചാത്തലമായ ഭൂവിഭാഗം? ഉത്തരം നൈനിറ്റാൾ. പേരുവഴി അമ്പലം എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം പി പത്മരാജൻ. കൊണ്ടുപോകില്ല ചൂരന്മാർ കൊടുക്കും തോറും ഏറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഉള്ളൂർ. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം നവഭാരത ശില്പികൾ. ലോക സാഹിത്യത്തിൽ പ്രസിദ്ധി നേടിയ ദി ഡെഡ് എന്ന ചെറുകഥയുടെ കർത്താവ്? ഉത്തരം ജെയിംസ് ജോയ്സ്. ഒ ഹെൻറി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം വില്യം ഡിസ്നി പോർട്ടർ. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് വേൾഡ് എന്ന ഗ്രന്ഥവും ശാസ്ത്ര നോവലുകളായ ദി ടൈം മെഷീൻ, ദി വാർ ഓഫ് ദി വേൾഡ് എന്നീ കൃതികളും രചിച്ച ഗ്രന്ഥകാരൻ ആരാണ്? ഉത്തരം എച്ച് ജി വൈൽസ്. എസ് കെ പൊറ്റക്കാടിന്റെ കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം സഞ്ചാരിയുടെ ഗീതങ്ങൾ. കെ ടി മുഹമ്മദിന്റെ ആദ്യ കഥ ഏതാണ്? ഉത്തരം കണ്ണുകൾ. സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം മുത്തുച്ചിപ്പി. പരീക്ഷ എന്ന നാടകം രചിച്ചത് ആരാണ്? ഉത്തരം ടി എൻ ഗോപിനാഥൻ നായർ. ബാണഭട്ടന്റെ പുരാതനമായ കൃതി? ഉത്തരം കാദംബരി. ദാർശനിക കൃതിയായ ബ്രഹ്മസൂത്ര ഭാഷ്യം ആരുടേതാണ്? ഉത്തരം ശങ്കരാചാര്യർ. പ്രാചീന തമിഴ് കവിയായ മണിമേഖല രചിച്ചത് ആരാണ്? ഉത്തരം ചാത്തനാർ. ദി കൂലി, ദി അൺടച്ചബിൾ എന്നീ ഇംഗ്ലീഷ് കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം മുൽക്കുരാജ് ആനന്ദ്. ഭർതൃഹരിയുടെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം നീതിശതകം. കിരാതാർജുനീയം മഹാകാവ്യം ആരുടെ കൃതിയാണ്? ഉത്തരം ഭാരവി. പുസ്തകത്തോളം നല്ല ഒരു ഗൃഹോപകരണമില്ല ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം സിഡ്നി സ്മിത്ത്. സ്വന്തം താല്പര്യങ്ങൾക്കായി ചെകുത്താനും വേദമോദും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഷേക്സ്പിയർ. കാർ അപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടിയ ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എന്റെ കണ്ണ്. ഇത് ആരുടെ വരികളാണ്? ഉത്തരം എ അയ്യപ്പൻ. ദി ഫ്രൂട്ട്സ് ഓഫ് ഫിലോസഫി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ആനി ബസന്റ്. കുറ്റവും ശിക്ഷയും എഴുതിയത് ആരാണ്? ഉത്തരം ഫയദോർ ദസ്തയോവസ്കി.
ദി ക്യാച്ചർ ഇൻ ദ റൈ എന്ന കൃതിയിലൂടെ ലോകപ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ? ഉത്തരം JD സാലിംഗർ. വാർമഹൽ രചിച്ചത് ആരാണ്? ഉത്തരം ഗുരുനാനാക്ക്. സംസ്കൃത നാടകത്തിന്റെ പിതാവ്? ഉത്തരം ഭാസൻ. ബ്രഹ്മസൂത്രം രചിച്ചത് ആരാണ്? ഉത്തരം ബാദരായണൻ. കവികളെയും ഗായകരെയും തന്റെ സദസ്സിൽ നിന്നും പുറത്താക്കിയ ചക്രവർത്തി? ഉത്തരം ഔറംഗസേബ്. രത്നാവലി രചിച്ചത് ആരാണ്? ഉത്തരം ഹർഷവർദ്ധനൻ. ശിവരാമ കാരന്തിന്റെ ആദ്യ നോവൽ? ഉത്തരം ദേവദൂതരു. സപ്തശതകം രചിച്ചത് ആരാണ്? ഉത്തരം ഹാലൻ. ത്രിലോക സഞ്ചാരി എന്ന നാമത്തിൽ ഫലിതലേഖനങ്ങൾ എഴുതിയത് ആരാണ്? ഉത്തരം EV കൃഷ്ണപിള്ള. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം? ഉത്തരം ത്രിപീഠിക്. ഷാജഹാന്റെ ഭരണകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബാദ്ഷനമ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം അബ്ദുൽ ഹമീദ്. കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന മഹാപ്രതിഭകൾ ആരെല്ലാമാണ്? ഉത്തരം അഷ്ടദിഗ്ഗജങ്ങൾ. ഹിതാബ് ഉൽ ഹിന്ദി ആരുടെ കൃതികളാണ്? ഉത്തരം അൽ ബൈറൂണി. ഹെർക്യൂൾ പൊയ്റോട്ട് എന്ന വിഖ്യാത കുറ്റാന്വേഷകന്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം അഗത ക്രിസ്റ്റി. മേഘ സന്ദേശത്തിന് മേഘഛായ എന്ന പേരിൽ തർജ്ജമ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. തമിഴ് മഹാകവി ഭാരതിദാസന്റെ യഥാർത്ഥ നാമധേയം എന്താണ്? ഉത്തരം സുബരത്നം. കേശവീയ മഹാകാവ്യത്തിന്റെ ഇതിവൃത്തം? ഉത്തരം ശ്യാമന്തകം കഥ. വള്ളത്തോളിന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ മാസിക? ഉത്തരം ആത്മപോഷിണി. ഏത് സംസ്കൃത നാടകത്തിന്റെ അവതരണത്തിലാണ് പറക്കും കൂത്ത് ഉള്ളത്? ഉത്തരം ഹർഷകന്റെ നാഗാനന്ദം. അധംകൃതർക്ക് വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും നൽകണമെന്ന് ആവശ്യപ്പെട്ട് KP കറുപ്പൻ രചിച്ച നാടകം? ഉത്തരം ബാലകലേശം. മതജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയിൽ മാപ്പു നൽകി ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം കുമാരനാശാൻ. ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ ഇത് ഏത് മലയാള കവിയുടേതാണ്? ഉത്തരം ഇടശ്ശേരി. വ്യക്തി വിവേകത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം മഹിമാഭട്ടൻ. രസഗംഗാധരം ആരുടെ കൃതിയാണ്? ഉത്തരം ജഗന്നാഥ പണ്ഡിതൻ. ഡേവിഡ് കോപ്പർഫീൽഡ്, ഒലിവർ ട്വിസ്റ്റ് എന്നീ നോവലുകൾ എഴുതിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ചാൾസ് ഡീക്കൻസ്. കാവ്യദർശനം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ദണ്ഡി. കേരള സംഗീത നാടക അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന മാസിക? ഉത്തരം കേളി. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക? ഉത്തരം തളിര്. അപകടം എന്റെ സഹയാത്രികൻ ഈ ഓർമ്മ പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം VK മാധവൻകുട്ടി. RK ലക്ഷ്മണന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം ടണൽ ഓഫ് ടൈം. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായിരുന്ന സാലിം അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ഒരു കുരുവിയുടെ പതനം. കമ്മ്യൂണിസ്റ്റെ പരിഹസിച്ചുകൊണ്ട് ജോർജ് ഓർവൽ എഴുതിയ നോവൽ? ഉത്തരം ആനിമൽ ഫാം. ഓർവേസുര ചാപലം പെരുതേപാരിൽ സർവവിദിതം കേവലം ഏത് ആട്ടക്കഥയിലേതാണ് ഈ വരികൾ? ഉത്തരം നളചരിതം. നോക്കട നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങു മാറിക്കിടാ ഷട ദുർഘട സ്ഥാനത്ത് വന്നു ശയിക്കുവാൻ നിനക്കിടാ തോന്നുവാൻ എന്തടാ സംഗതി ഈ പ്രശസ്തമായ വരികൾ ഏത് തുള്ളൽ കൃതിയിലേതാണ്? ഉത്തരം കല്യാണ സൗഗന്ധികം. ചമയങ്ങളില്ലാതെ ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം മമ്മൂട്ടി. സഫലം കലാപഭരിതം ആരുടെ കൃതിയാണ്? ഉത്തരം KPP നമ്പ്യാർ. സുരേന്ദ്രനാഥ ബാനർജി രചിച്ച പ്രശസ്തമായ കൃതി? ഉത്തരം എ നേഷൻ ഇൻ മേക്കിംഗ്. ഭാരതരാമായണം രചിച്ചത് ആരാണ്? ഉത്തരം VT ജയദേവൻ. മാർ ക്രിസോസ്റ്റം മെത്രോപൊലിത്തയുടെ ഫലിതങ്ങൾ ഏതു പേരിലാണ് പുറത്തിറങ്ങിയത്?
ഉത്തരം തിരുഫലിതങ്ങൾ. റെഡ് ഇന്ത്യൻ മൂപ്പനായ സിയാറ്റിൻ മൂപ്പന്റെ പ്രശസ്തമായ കൃതി. ഉത്തരം ഞങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിറ്റാൽ. തമിഴ് സാഹിത്യത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി. ഉത്തരം ചിത്തിരപ്പാവി. യുദ്ധഭാഷണം എന്നത് ഒരു പ്രശസ്ത എഴുത്തുകാരുടെ ലേഖന സമാഹാരമാണ്. ആരാണ് അവർ? ഉത്തരം അരുന്ധതി റോയ്. ആൽക്കമിസ്റ്റിന്റെ രചയിതാവ്. ഉത്തരം പൗലോ കൊയ്ലോ.